ഭദ്രകാളിയുടെ തിരുമുഖം വരിക്കപ്ലാവിൻ്റെ തടിയിൽ കൊത്തിയെടുത്തുണ്ടാക്കുന്ന വിഗ്രഹമാണ് തിരുമുടി. മുടികൾ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളാണ് മുടിപ്പുരകൾ. കേരളത്തിലെ ഏറ്റവും വലിയ മുടിയാണ് തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തെ വെള്ളായണിയിലേത്. സ്വർണവും രത്നക്കല്ലുകളും പതിപ്പിച്ച വെള്ളായണി ദേവിയുടെ വിഗ്രഹത്തെ 1 കോടി സൂര്യന്മാർ ഒരുമിച്ചുയർന്നാലും തിരുമുടിക്കല്ലോ തിളക്കം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പോലീസും വില്ലേജ് ഓഫീസും ഇലക്ട്രിസിറ്റി ബോർഡും അവരുടെ ഓഫീസുകളിൽ തിരുമുടി എഴുന്നള്ളിച്ച നിറപറ നൽകുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് തിരുവനന്തപുരത്തെ വെള്ളായണി ദേവീ ക്ഷേത്രം. പോലീസ് അകമ്പടിയോടെയാണ് ദേവിയുടെ സഞ്ചാരം. വീടുകളിൽ നിറപറയ്ക്കെത്തുമ്പോഴും കളങ്കാവൽ നടക്കുമ്പോഴും നിറത്തോക്കേന്തിയ പോലീസുകാർ ദേവിക്ക് അകമ്പടി സേവിക്കും. കേരളത്തിൽ അപൂർവമാണ് ഈ കാഴ്ച. തിരുമുടി പുറത്തെഴുന്നള്ളിക്കുമ്പോൾ പോലീസ് ഗാർഡ് ഓഫ് ഓണറും നൽകാറുണ്ട്. ക്ഷേത്രത്തിലെ കാളിയൂട്ട് മഹോത്സവം 69 ദിവസം നീളും. കേരളത്തിൽ ഏറ്റവുമധികം ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം കൂടിയാണിത്. കാളിയൂട്ട് 3 വർഷത്തിലൊരിക്കൽ മാത്രമാണ് നടക്കുന്നത്. 41 ദിവസമായിരുന്നു പണ്ട് കാളിയൂട്ട്. വീടിൻ്റെ ദൈർഘ്യമനുസരിച്ച് അത് കൂടി വന്നു. ഇന്ത്യയിൽ തന്നെ ഇത്രയും ദൈർഘ്യമുള്ള ഒരു ഉത്സവം മറ്റൊന്നില്ല. 7 കിലോമീറ്റർ ഉത്സവ മേഖലയായി മാറും. പറയെടുപ്പിന് വേണ്ടി ദേവി യാത്രയായാൽ 5 ദിവസങ്ങൾക്ക് ശേഷം മാത്രമാകും മടങ്ങിയെത്തുക. പഴയ കാലം മുതൽ ദേവിയുടെ സഞ്ചാരത്തിന് അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട്. ശബരിമല പോലും 41 ദിവസം കഴിഞ്ഞാൽ നടയടയ്ക്കും. എന്നാൽ വെള്ളായണിയിൽ ഉത്സവം തീരാൻ 69 ദിവസമെടുക്കും. വെള്ളായണിയമ്മയ്ക്ക് മധുപൂജ നടത്തിയാൽ ആഗ്രഹങ്ങൾ സഫലമാകുമെന്നാണ് വിശ്വാസം. ചിലർ 3 മധുപൂജ നടത്തി വരാറുണ്ട്. കരിക്ക്, അവൽ, പൊരി, കൽക്കണ്ടം, പഴവർഗ്ഗങ്ങൾ, തിരി, കർപ്പൂരം, ചന്ദനം, കുങ്കുമം, സെൻറ്റ്, ശുദ്ധമായ മധു എന്നിവയാണ് മധുപൂജയ്ക്ക് ഉപയോഗിക്കുന്നത്. ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കള്ളായതിനാൽ കള്ളോ ഇല്ലെങ്കിൽ കരുക്കോ നേദിക്കണം. ക്ഷേത്രത്തിൽ തന്നെ നിർമ്മിക്കുന്ന മറ്റൊരു നിവേദ്യമാണ് വറപൊടി. കൊല്ല സമുദായക്കാരാണ് വറയുണ്ടാക്കുന്നത്. നട തുറന്നിരിക്കുന്ന സമയത്ത് ദീപാരാധനയ്ക്കോ അതിനു മുമ്പോ മധുപൂജ നിവേദിക്കണം. മധുപൂജയുടെ സാധനങ്ങൾ ക്ഷേത്രത്തിന് സമീപത്ത് നിന്നും ലഭിക്കും. 4.5 അടി ഉയരവും വീതിയുമാണ് വിഗ്രഹത്തിനുള്ളത്. മീനമാസത്തിലെ അശ്വതി നക്ഷത്രത്തിൽ നടക്കുന്ന പൊങ്കാലയിൽ ആയിരക്കണക്കിന് സ്ത്രീകളാണ് പങ്കെടുക്കുന്നത്. വെള്ളായണി തടാകത്തിൻ്റെ കിഴക്കേ കരയിലാണ് വെള്ളായണി ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലുതും ദീർഘവുമായ ഉത്സവം 3 വർഷത്തിലൊരിക്കൽ വെള്ളായണിയിൽ നടക്കുന്ന കാളിയൂട്ടാണ്. 70 ദിവസത്തോളമാണ് ഈ ഉത്സവം. ഒരിക്കൽ വെള്ളായണി കായലിൻ്റെ കിഴക്ക് ഭാഗത്തെ തെങ്ങുകളിൽ കള്ളു ചെത്തിയിരുന്ന ഒരു ചെത്തുകാരന് വിചിത്രമായ ഒരു അനുഭവമുണ്ടായി. അയാൾ കള്ളെടുക്കാനെത്തുമ്പോൾ കലത്തിൽ കള്ളു കാണാനില്ല. ഇത് പതിവായപ്പോൾ കള്ള് ആരോ മോഷ്ടിക്കുകയാണെന്ന് മനസ്സിലായി. കള്ളനെ കൈയോടെ പിടിക്കാൻ അയാൾ രാത്രി കാവൽ നിന്നു. അയാളുടെ മുന്നിൽപ്പെട്ടത് ഒരു തവളയായിരുന്നു. അത് ഒരു തെങ്ങിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടി കള്ളൂറ്റി കുടിക്കുന്നു. തവളയ്ക്കൊപ്പം തെങ്ങുകളിലൂടെ ചാടിയെങ്കിലും തവളയെ പിടിക്കാൻ സാധിച്ചില്ല. തവള കായലിലേക്ക് ചാടി. കോപത്താൽ ചെത്തുകാരൻ കയ്യിലിരുന്ന തേറെടുത്ത തവളയ്ക്കു നേരെ എറിഞ്ഞു. കാലിൽ ഏർകൊണ്ട തവള കായലിൽ മറഞ്ഞു. തവളയിൽ അസാധാരണത്വം ദർശിച്ച ചെത്തുകാരൻ മഹാമാന്ത്രികനായ കേളൻ കുലശേഖരനോട് കാര്യം പറഞ്ഞു. അദ്ദേഹം തൻ്റെ അതുല്യ ശക്തിയാൽ അത് വെറുമൊരു തവളയല്ല, ലോകമാതാവായ ശ്രീഭദ്രയാണെന്ന് കണ്ടെത്തി. 7 ദിവസം വെള്ളായണി കായലിൽ കേളൻ കുലശേഖരൻ നടത്തിയ തിരച്ചിലിനു ശേഷം തവളയെ കണ്ടെത്തി. പിന്നെ 8 നായർ തറവാട്ടുകാരുടെ സഹായത്തോടെ മുടിപ്പുര പണിത ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചുവെന്ന ഐതിഹ്യം.
കലമാൻ കൊമ്പിലാണ് ദേവിയെ ആവാഹിച്ച് കുടിയിരുത്തിയത്. പ്രധാന ശ്രീകോവിലിൽ ഭദ്രകാളി വടക്കോട്ടാണ് ദർശനം. 3 വർഷത്തിലൊരിക്കലാണ് ഇവിടെ പ്രധാന ഉത്സവമായ കാളിയൂട്ട് നടക്കുന്നത്. കുംഭം അവസാനം തുടങ്ങി മേടം 10 അവസാനിക്കുന്നു. മാന്ത്രിക പൂജകൾക്ക് പകരം താന്ത്രിക പൂജകളാണ് നടക്കുന്നത്. കൊല്ല സമുദായത്തിൽപ്പെട്ടവരാണ് പൂജാരിമാർ. ഉത്സവത്തിൻ്റെ ആദ്യനാൾ പുറത്തിറങ്ങുന്ന ദേവി മേടം 10 ദാരിക നിഗ്രഹത്തിന് ശേഷം ആറാട്ട് കഴിഞ്ഞ് ശ്രീകോവിലിൽ കയറും. ഈ നാളുകളിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് ദേവി ഇരിക്കുന്നത്. 4 ദിക്കുകളിലും ദേവി ദാരികൻ എന്ന അസുരനെ തിരയുന്ന ചടങ്ങാണ് ദിക്കുബലി. ഇതിനായി ഇറങ്ങുന്ന ദേവി ഭക്തർ വീടുകളിൽ പ്രത്യേകം തയ്യാറാക്കിയ പുരയിലിരുത്തി പൂജ നൽകുന്നു. ദിക്കുബലി കഴിഞ്ഞെത്തിയാൽ ദേവീ സന്നിധിയിൽ കളങ്കാവൽ, പപ്പരുകളി, മാറ്റുവീഴ്ച ചടങ്ങുകൾ നടക്കും. പിന്നീട് ക്ഷേത്രത്തിന് പുറത്ത് വയലിൽ തയ്യാറാക്കിയ അണിയറപ്പുരയിൽ ദേവി വിശ്രമിക്കും. ദാരികനെ കണ്ടെത്തുവാനുള്ള മാർഗം അവിടെ ഇരുന്നാണ് ദേവി ആലോചിക്കുക. 4 ദിക്കുകളിലും ദാരികനെ തിരയുന്ന ദേവി കൊയ്ത്തു കഴിഞ്ഞ 4 വയലുകളിൽ കളങ്കാവൽ നടത്തും. 5000-ഓളം വീടുകളിലാണ് ദേവി ഈ സമയത്ത് പോകുന്നത്. ഒരു വീട്ടിലെ പൂജ 20 മിനിറ്റോളം നീളും. വീടുകൾ പെയിൻ്റടിച്ചും മറ്റും വൃത്തിയാക്കിയാണ് ദേവിയെ സ്വീകരിക്കുക. ബന്ധുക്കളും അയൽക്കാരുമടക്കം ഒത്തുകൂടും. എല്ലാ വീടുകളിലും ദേവി എത്തുന്ന ദിവസം സദ്യയടക്കമുണ്ടാകും. കല്യാണത്തിന് വീട് പെയിൻ്റടിച്ചില്ലെങ്കിലും കാളിയൂട്ടിന് വീട് പെയിൻ്റടിക്കുന്ന നിരവധി ആളുകൾ ഇവിടെയുണ്ട്. ഈ നാട്ടുകാരുടെ ജീവിതത്തിലെ പല കണക്കുകൂട്ടലുകളും 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കാളിയൂട്ടിനെ ചുറ്റിപ്പറ്റിയാണ്. മേടം 1 കൊടിയേറുമ്പോൾ നല്ലിരിപ്പ് നാൾ ആരംഭിക്കുന്നു. 9-ാം നാളിൽ അരുളപ്പാടിനെ തുടർന്ന് ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ദേവി ദാരികനെ അന്വേഷിച്ചിറങ്ങുന്നു. ഇതാണ് പ്രസിദ്ധമായ പറണേറ്റ് ചടങ്ങ്. 4 തെങ്ങിൻ തടികൾ തെങ്ങോളം ഉയരത്തിൽ നാട്ടിയാണ് പറണ് നിർമ്മിക്കുന്നത്. ദേവിയുടെ പറണിന് കുറച്ചു മാറി തെക്ക് ദിശയിൽ ദാരികന് പണർ പണിയുന്നു. ദേവിയുടെ പണറിൻ്റെ പകുതിയോളം ഉയരമേ ഇതിന് കാണുകയുള്ളൂ. 10 അടി അകലത്തിൽ 4 തെങ്ങുകൾ നാട്ടി അതിന് മുകളിൽ പലക നിരത്തിയാണ് പറണ് കെട്ടുന്നത്. പറണിന് 75 അടിയോളം ഉയരം വരും. പണറിലേക്ക് കയറുവാൻ കമുക് കൊണ്ടൊരു ഏണിയുമുണ്ടാക്കും. പറണുകൾക്ക് മുകളിലിരുന്നാണ് പോർവിളി. ഇതിനെ തോറ്റം പാട്ട് എന്ന് പറയുന്നു. ആകാശത്ത് വച്ച നേരം പുലരുവോളം 3 കളങ്കാവലുണ്ടാകും. ഇങ്ങനെ അവസാന പോരിൽ ദാരികൻ ദേവിയെ ഭൂമിയിൽ വച്ചുള്ള യുദ്ധത്തിനായി വെല്ലുവിളിക്കുന്നു. പണറിൽ നിന്നിറങ്ങിയ ദേവി പുലർച്ചെ യുദ്ധത്തിന് സജ്ജമാകുന്നു. ഭദ്രകാളിയും ദാരികനും മേടം 10 അതായത് 10-ാം ഉദയത്തിൽ ഏറ്റുമുട്ടുന്നു. ഇതാണ് നിലത്തിൽ പോര്. ആദ്യത്തെ 4 പോരിൽ ദാരികനെ പരാജയപ്പെടുത്തുവാൻ കഴിയാത്തതിൻ്റെ കാരണം കണ്ടെത്തുന്ന ദേവി ദാരികൻ്റെ ശക്തി സ്രോതസ്സായ മണിമന്ത്രം കരസ്ഥമാക്കി ദാരികനെ 5-ാം പോരിൽ തളർത്തുന്നു. തുടർന്ന് പരാജയഭീതി കാരണം ദാരികൻ രണഭൂമിയിൽ വച്ച് 6-ാമത്തെ പോരിൽ മാപ്പിരക്കുന്നു. കോപാകുലയായ ദേവി 7-ാമത്തെ പോരിൽ ദാരികൻ്റെ തലയറുത്ത ബ്രഹ്മസ്ഥാനത്ത് സമർപ്പിക്കുന്നു. തുടർന്ന് അവിടെ വിശ്രമിക്കുന്നു. അത് കഴിഞ്ഞ് വെള്ളായണിക്കായലിൽ ആറാട്ട് നടക്കും. വാത്തി അതായത് കാളീക്ഷേത്രങ്ങളിലെ അബ്രാഹ്മണ പൂജാരിമാർ ഇവരുടെ കുടുംബത്തിലെ പെൺകുട്ടിയായിരിക്കും അമ്മയ്ക്ക് ആറാട്ടിനുള്ള വെള്ളം കോരിക്കൊടുക്കുന്നത്. ഇതൊരു വിശേഷ ചടങ്ങാണ്. 101 കലശം കൊണ്ട് ആറാടിക്കഴിഞ്ഞാൽ താലപ്പൊലിയേന്തിയ ബാലികമാരാൽ ആനയിച്ച അമ്മയുടെ മടക്കയാത്ര തുടങ്ങും. വരുന്ന വഴിക്ക് തട്ടുപൂജയുണ്ടാകും. ക്ഷേത്രത്തിന് 3 വലം വച്ച് അമ്മയെ അകത്തേക്ക് എഴുന്നള്ളിക്കുന്നതോടെ ഉത്സവ ചടങ്ങുകൾ അവസാനിക്കും. അശ്വതി പൊങ്കാലയോടനുബന്ധിച്ചുള്ള കളങ്കാവൽ ക്ഷേത്രത്തിന് ചുറ്റുമായി നടക്കും. കളങ്കാവൽ സമയത്ത് വാത്തി തിരുമുടി തലയിലേന്തി ദാരികനെ തിരയും. ചിരിച്ചും ആഘോഷിച്ചും ഭക്തർക്കിടയിലേക്ക് തങ്കത്തിരുമുടിയുമായി എത്തുന്ന ദേവി അത്ഭുത കാഴ്ചയാണ്. ദേവിയുടെ മുടി എഴുന്നേൽക്കുമ്പോഴും ചായുമ്പോഴും കേരള പോലീസ് ആചാരപ്രകാരം ഗാർഡ് ഓഫ് ഓണർ നൽകാറുണ്ട്.
ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുമ്പ് തന്നെ പിന്നോക്കക്കാർക്ക് പൂജ ചെയ്യുവാനുള്ള അവകാശവും ക്ഷേത്ര ദർശനത്തിനുള്ള അവകാശവും ഈ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. വിശ്വകർമ്മ സമുദായത്തിലുള്ളവരാണ് ഇവിടുത്തെ പൂജാരിമാർ. ബ്രാഹ്മണർ ശ്രീകോവിലിൽ പ്രവേശിക്കാറില്ല. ദേവിയെ തലയിലെടുത്ത് കളങ്കാവൽ നടത്തുന്നതും വീടുകളിൽ എഴുന്നള്ളിക്കുന്നതും വാത്തി എന്ന പേരിൽ അറിയപ്പെടുന്ന പുരോഹിതരാണ്. വെള്ളായണിയിൽ പൂജകൾക്ക് മന്ത്രങ്ങളില്ല, പകരം തന്ത്രത്തിലൂടെയാണ് പൂജകൾ നടത്തുന്നത്. മൂലവിഗ്രഹമായ തങ്കത്തിരുമുടിയാണ് പുറത്ത് എഴുന്നള്ളിക്കുന്നത്. വെള്ളായണിയിൽ ഉത്സവബിംബമില്ല. വെള്ളായണി കൊട്ടാരത്തിൽ താമസിക്കവേ മഹാറാണി സേതു ലക്ഷ്മിഭായ് തമ്പുരാട്ടിയാണ് തങ്കത്തിരുമുടി ദേവിക്ക് സമർപ്പിച്ചത്. വടക്കോട്ടാണ് ക്ഷേത്രത്തിൻ്റെ ദർശനം. ശ്രീകോവിലിനോട് ചേർന്ന വടക്കോട്ടും കിഴക്കോട്ടും നടപ്പുരയുണ്ട്. എന്നും വൈകിട്ട് 6 മണിക്ക് നട തുറക്കും. 7:30 ദീപാരാധന. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12 നടക്കുന്ന മധുപൂജയുണ്ട്. ദേവിയുടെ പ്രസാദം ചാർത്തുപൊടിയാണ്. വെള്ളായണി ഒരു ക്ഷേത്രമല്ല, മുടിപ്പുരയാണ്. മുടിയിരിക്കുന്ന പുരയാണ് മുടിപ്പുര. ഭദ്രകാളി ദേവിയുടെ മുടിയാണ് തിരുമുടി. ചലിക്കുന്ന ബിംബമാണ് വെള്ളായണിയിലേത്. ഒരു പ്രതിഷ്ഠാബിംബവുമുണ്ട്. അത് കേളൻ കുലശേഖരൻ വാത്തി ആവാഹിച്ച കലമാൻ കൊമ്പാണ്. അശ്വതി ഉത്സവത്തിന് മാത്രമാണ് കലമാൻ കൊമ്പിൽ പൂജ ചെയ്യുന്നത്. തിരുമുടിയാണ് ഉത്സവങ്ങൾക്ക് കൊണ്ടുപോകുന്നത്. നിത്യപൂജ നടത്തുന്നതും തിരുമുടിയിൽ തന്നെ. കൊയ്ത്തുത്സവമാണ് വെള്ളായണിയിലേത്. പണ്ട് കായൽക്കരയിലായിരുന്നു വെള്ളായണി ദേവീക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത്. ആചാര്യസ്മരണയ്ക്കായി സ്ഥാപിച്ച തെക്കത് കായൽക്കര തെക്കത് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അത് പിന്നീട് കായിക്കര തെക്കത് എന്നറിയപ്പെടാൻ തുടങ്ങി. കാളിയെ ഊട്ടുന്നതാണ് കാളിയൂട്ട്. അത് കർഷകർ അമ്മയ്ക്ക് നൽകുന്ന സമർപ്പണമാണ്.